ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ലാബ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറുമുറയെന്ന് തിന്നാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മാക്രോണി ഫ്രൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും മാക്രോണിയുടെ പാസ്തയുടെയൊക്കെ റെസിപ്പീസ് ഒത്തിരി അറിയായിരിക്കും, പക്ഷേ ഇത് വെറൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. മാക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇതൊന്ന് നമുക്ക് തിളപ്പിക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് മാക്രോണിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ അതൊന്ന് ഒട്ടും. ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇടയ്ക്ക് ഇളക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 80% ഈ മാക്രോണി വേവിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല, കുഴഞ്ഞ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വേവിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ എൻ്റെ മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കോരിയെടുക്കുകയാണ്. കോരിയെടുത്ത് നന്നായിട്ട് വെള്ളം നമുക്ക് ഊറ്റിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഇത് ഫ്രൈ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് വാർന്ന് പോകാനായിട്ട് വെക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇതെനിക്കധികം ഒട്ടുന്നൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് 1 സ്പൂൺ മൈദയും അതുപോലെ 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് നമ്മുടെ കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്യാം. നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട്. എന്ത് റിഫൈൻഡ് ഓയിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മാക്രോണി എല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു ബ്രൗൺ കളർ, ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ചെയ്തേക്കുന്ന ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഭംഗിയും ഒക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ മാക്രോണി എല്ലാം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഒരു ബൗളിൽ മാറ്റി നമുക്ക് ചൂടാറാൻ വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് 3 വെളുത്തുള്ളി തൊണ്ടോട് കൂടെ ചതച്ചതും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് ഇളക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ്. കറിവേപ്പിലയും കൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്കറിയാമല്ലോ, ഈ ചിപ്സിലൊക്കെ അതൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുമാണ്, ടേസ്റ്റുമാണ് നമുക്ക്. അപ്പോൾ അതൊന്ന് ഒരു ചെറിയൊരു ഫ്രൈ മതി കേട്ടോ. അത്ര ആയിക്കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതുപോലെ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടിയും 1 സ്പൂൺ എടുത്തിട്ടുള്ളൂ. 1 സ്പൂൺ അതിൽ ഇത്തിരിക്കോളം ഉപ്പ്, നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ എന്നൊന്നും പറയാനില്ല, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മുളക് പൊടിയും ഉപ്പും ഒക്കെ കൂടി ഈ മാക്രോണിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന വേപ്പിലയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും മുളകും ഒക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ മിക്സ്ചർ അതുപോലെ തന്നെ കപ്പ വറുത്തതൊക്കെ മേടിക്കും, അതിൽ ഇതേപോലെ ഉണ്ടാവും. നമുക്കതൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമല്ലേ. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കില്ല, മാക്രോണി അതിനേക്കാളും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല കറുമുറുന്ന് തന്നെ ഇരിക്കും, കുർക്കുറയൊക്കെ കഴിക്കണ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെപ്പോഴും മാക്രോണി മേടിച്ച് പാസ്തയൊക്കെ ചെയ്യുന്ന ആ ഒരു റെസിപ്പി ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ കറുമുറു റെസിപ്പി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ.